നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം, സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഫൗണ്ടറാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത് നമ്മൾക്ക് നമ്മുടെ സി ടി ബിൽഡേഴ്സ് ആപ്പിലൂടെ നിരവധി ക്ലയൻസിനുള്ള അവരുടെ ഡ്രീം ഹോം 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അറിയാമല്ലോ നമുക്ക് നമ്മൾ സി ടി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ, അതായത് നമുക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടോ അലിബാബ.com പോലെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികളും വർക്കേഴ്സും കോൺട്രാക്ടേഴ്സും നമ്മുടെ കൺസൾട്ടൻസും ഒക്കെ തരുമ്പോൾ അത് നേരിട്ട് നമ്മൾ ക്ലയൻസിന് കൊടുക്കുമ്പോൾ ക്ലയൻസിന് ഐതർ അവർക്ക് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ അവർ സി ടി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ പ്ലോട്ട് വാങ്ങിയിട്ട് അവർക്ക് അവരുടെ ആ സ്ഥലത്ത് അവരുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്താണല്ലോ നമ്മുടെ ലോജിക്ക്. അപ്പോൾ ഇത് പ്രകാരം കൊടുത്തിട്ടുള്ള നിരവധി ക്ലയൻസിന് അവർക്ക് അവരുടെ ഹോമിൽ പഴയ പോലെ അല്ലല്ലോ. അപ്പോൾ ഇൻറ്റീരിയേഴ്സ് നന്നായി ചെയ്യണം, ഫർണിച്ചേഴ്സ് നന്നായി ചെയ്യണം, അതേപോലെ തന്നെ ടി വി അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ നന്നായി ചെയ്യണമെന്നുള്ള ഒരു ചലഞ്ച് അവിടെ വന്നു. അപ്പോൾ നമുക്കറിയാം ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്യുന്നതിൽ 90% ആ ഏരിയ ഗ്രേ ആണ്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഇൻറ്റീരിയേഴ്സ് വരയ്ക്കുക, എന്നിട്ട് 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം പറഞ്ഞിട്ട് ഒരുമിച്ച് ഒരു യൂണിറ്റ് പ്രൈസിങ് അല്ല അത് പോകണം. അപ്പോൾ ആ ചലഞ്ചാണ് മറ്റേ ക്ലയൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് കൂടിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല എന്നാണ് ക്ലയൻസിൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ മറ്റേ ഫർണിച്ചേഴ്സ് നോക്കിയപ്പോൾ ഇത് ഫർണിച്ചേഴ്സ് നമ്മൾ ഈ ക്ലയൻസിൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുമ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ഡൊമൈൻ എക്സ്പെർട്ടീസ് അല്ലല്ലോ. എല്ലാവരും ആയിരിക്കില്ല, കുറേ ക്ലയൻസിനെ അറിയുമായിരിക്കും, അല്ലാത്ത ഡൊമൈൻ എക്സ്പെർട്ടീസ് ആവാത്തതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി മാറി വരിക, കുറച്ച് കഴിയുമ്പോൾ പൊടി വീഴുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പ് വരിക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിലക്കുറവ് വരിക, അല്ലെങ്കിൽ വില കൂടി പോവുക, അങ്ങനെ പല കംപ്ലൈൻറ്റുകളും വരികയും അല്ലെങ്കിൽ കോസ്റ്റ് കൂടിപ്പോവുകയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും. ഒപ്പം ഇപ്പോൾ ടി വി, ഫ്രിഡ്ജ് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഇതൊക്കെ വാങ്ങിക്കുമ്പോഴും അത് സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ആ റൂമിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടി വി ആയിരിക്കും, ചിലപ്പോൾ ഒന്നിലെ വലുതാവും അല്ലെങ്കിൽ ചെറുതാവും, സൗണ്ട് സിസ്റ്റം ആകാം. അപ്പോൾ ഇങ്ങനത്തെ നിരവധി ചലഞ്ചുകൾ ക്ലയൻസ് നമ്മുടെ വളരെ ഹമ്പിളായിട്ട് അവർ സൂചിപ്പിക്കലുണ്ട്. അപ്പോൾ ഇതിന് ഈ 3 കാര്യങ്ങൾക്ക്, 1 ഇൻറ്റീരിയർ, 2 ഫർണിച്ചേഴ്സ്, 3 ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്, ഈ 3 ഈ ചലഞ്ചസിൻ്റെ സൊല്യൂഷൻ ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം അത് നന്നായിട്ട് അതിൻ്റെ അത് വർക്ക് ചെയ്ത് നമ്മളൊരു സിസ്റ്റം ഇൻഫോർമേറ്റ് ചെയ്ത് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ 3 മനസ്സിലാവില്ല. 1, നമ്പർ 1, ഏത് ഹൗസിനും മിക്കവാറും എല്ലാ വീടുകൾക്കും ഇപ്പോൾ ഇൻറ്റീരിയേഴ്സ് വേണം. അതായത് കിച്ചൺ കബോർഡ് മുതൽ ഓരോ വീട്ടിലും ഒരു ബെഡ്റൂം ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കബോർഡ്, ഒരു കമ്പ്യൂട്ടർ ടേബിൾ, നല്ലൊരു ബെഡ് കോട്ടും അതിൻ്റെ സൈഡിൽ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന പ്ലേസസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന മാതിരി വലിയ കട്ടിലൊക്കെ കൊണ്ടേ തിരിച്ചിടുന്നതല്ല, വളരെ നന്നാക്കിയിട്ട് ചെയ്താലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്കും അതൊക്കെ ഇഷ്ടപ്പെടുള്ളൂ, നന്നാവുള്ളൂ, റൈറ്റ്. അതേപോലെ തന്നെ മറ്റേ ബാത്റൂം ആണെങ്കിൽ എന്തൊക്കെ വേണം ബാത്റൂമിൻ്റെ അകത്ത്, അല്ല ഡൈനിങ് ഹാളാണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, മറ്റേ വിസിറ്റേഴ്സ് റൂമാണെങ്കിൽ ഡ്രോയിങ് ഹാളാണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, അങ്ങനെ ഓരോ റൂമിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്ന് ഉള്ള എല്ലാ കൺസെപ്റ്റും എല്ലാം ആർക്കിടെക്ട്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ അടുത്തും നമ്മുടെ ക്ലയൻസിൻ്റെ അവരുടെ ആവശ്യവും കൂടി മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്ത് വരച്ചെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് നമ്പർ 1 ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും ഒരു ഐഡിയ ഓഫ് ദ ക്ലയൻസ് എഴുതിയെടുക്കണം. അതായത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. റിക്വയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വയർമെൻറ്റ് വെച്ച് റഫായിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് സുമാർ നമുക്ക് അറിയുമല്ലോ, ആ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം യെസ് ഓക്കെ ഗോ ഹെഡ് എന്നാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് സുമാർ എത്രയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത് മാത്രം, കിച്ചൺ കബോർഡ് എന്താ വേണ്ടത് മാത്രം എടുത്ത് സെലക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2D പ്ലാൻ വരയ്ക്കും. ഈ റിക്വയർമെൻറ്റ് ഷീറ്റ് വെച്ചിട്ട് 2D വരയ്ക്കും. 2D വരച്ചതിന് ശേഷം അതിന് 3D ആക്കും, റൈറ്റ്. അപ്പോൾ 3D ആക്കുമ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസോ ബാക്കിയുള്ളതൊക്കെ വരും. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കും. അതായത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയാണ്, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയാണ് പറഞ്ഞിട്ട്. എന്നിട്ട് നാളെ ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ നിന്ന് ഒരു സാധനം കിട്ടുകയാണെങ്കിലും അത് ബ്രാൻഡഡ് സാധനത്തിന്, ഇപ്പോൾ ഗോദ്രേജ് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഗോദ്രേജ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഇല്ല. ഗോദ്രേജ് ആദ്യം അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഗോദ്രേജിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറോ ഡീലറോ അത് ഫിറ്റ് ചെയ്യുന്ന ആളുകളോ അവരുടെ കോസ്റ്റും ഫിറ്റിംഗ് കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കും. അതേപോലെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഒന്ന്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റിംഗ് കോസ്റ്റ് എന്താണെന്നുള്ളത്. ഈ ഫിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇതിൻ്റെ ഗ്യാരണ്ടി ബാക്കിയുള്ളതൊക്കെ നോക്കുക. കമ്പനിയിൽ നിന്ന് ഗ്യാരണ്ടി ഉള്ള സാധനം കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാനും പറ്റും. ഗോദ്രേജിൽ ഏത് സാധനം, ഞാൻ ഒരു കാര്യത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു മാത്രം, ഗോദ്രേജ് ടാറ്റ ഇൻറ്റീരിയർ ചെയ്യുന്ന ഏത് കമ്പനികളാണെങ്കിലും അത്തരത്തിൽ ചെയ്യുകയും അത് നല്ല ക്ലാസ്, നമ്മൾ ലക്ഷറിയിലേക്ക് പോയില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് നാളെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എസ്റ്റിമേറ്റ് ആദ്യം ഒരു റിക്വയർമെൻറ്റ് ഷീറ്റ് വാങ്ങിക്കുന്നു, റിക്വയർമെൻറ്റ് ഷീറ്റിനനുസരിച്ച് 2D ഉണ്ടാക്കും, ഒരു റഫ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2D പ്ലാൻ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞാൽ 3D പ്ലാൻ ബ്രീഫ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് എസ്റ്റിമേറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സോഴ്സിങ് ആണ്. ഇത് എവിടെ നിന്ന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും വരയ്ക്കുമ്പോഴും ഇത് കിട്ടാവുന്ന സാധനമേ വരയ്ക്കാൻ പാടുള്ളൂ, അണ്ടർലൈൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഴ്സ് ചെയ്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പനികളിൽ നിന്ന് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂഷൻ സോഴ്സിങ് ആയി കഴിഞ്ഞാൽ അത് വർക്ക് ഓർഡർ കൊടുത്ത്
കോൺട്രാക്ടേഴ്സിൻ്റെ ആരാണോ വർക്കർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് കൊടുത്ത് അത് പേയ്മെൻറ്റൊക്കെ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ പോകണം. അതേമാതിരി തന്നെ 24 ഹവേഴ്സിനുള്ള പേയ്മെൻറ്റ് പോയിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ 24 ഹവേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വർക്കും പോകണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമ്പർ 2, ഇതിന് നമ്മുടെ പഴയ മറ്റേ അതേ CDPPMC ചാർജ് എന്താണോ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് CDPPMC ചാർജ്, വീട്ടിലാണെങ്കിൽ വീടിൻ്റെ CDPPMC ചാർജ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. ബിക്കോസ് അതിൻ്റെ അകത്ത് അത്ര ഇൻവോൾവ്മെൻ്റ് ഉള്ളൂ. ഇനി രണ്ടാമത്തെ അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഫർണിച്ചർ ഡിവിഷൻ. ഫർണിച്ചർ ഡിവിഷനിൽ എന്തായിരിക്കും, നമ്മൾ വീട്ടിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് വാങ്ങിച്ചെടുക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ അത്രയും അതിൻ്റെ അകത്ത് ഡൊമൈൻ എക്സ്പെർട്ടീസ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻമാർ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ നേരത്തെ വീട് വരച്ച ആളുടെ വീടിൻ്റെ സ്കീം അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ സ്കീം ഇതൊക്കെ അറിയുമല്ലോ അവർക്ക് തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഞാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് കർട്ടനും ഡോർസും ആ പാർട്ടൊക്കെ അതിൻ്റെ അകത്ത് വരും. ഒപ്പം ഫർണിച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് പിക്ക് ആൻഡ് ചൂസ് കിട്ടും. അല്ലാത്ത നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയേഴ്സിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്ന ഇൻറ്റീരിയേഴ്സിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്ന ഫർണിച്ചേഴ്സ് ഇൻറ്റീരിയറിൻ്റെ ഒപ്പം തന്നെ പോയി. അല്ല പിക്ക് ആൻഡ് ചൂസ് വാങ്ങിക്കുന്ന ഫർണിച്ചറിന് MRP ഉണ്ടാവും. അത് ഉറപ്പാണ്. നമ്മൾക്ക് ഇത്ര വലിയ വോളിയൂംസ് ഉള്ളതുകൊണ്ട് നമ്മൾ 5, 10, 15%, 20% എത്രയാണോ അതിൻ്റെ ബെസ്റ്റ് ലോവസ്റ്റ് കിട്ടുക അത്രയും ഡിസ്കൗണ്ടിലായിരിക്കും ആ കാര്യങ്ങൾ വാങ്ങിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾക്കുള്ള CDPPMC ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ഈ സോഴ്സിങ്ങും അതിനും ഇതേപോലെയാണ്. ആദ്യം എന്ത് ചെയ്യും, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. നമ്മൾ ഒരു ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ് ഷീറ്റ് എടുക്കും. റിക്വയർമെൻറ്റ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വെച്ചിട്ട് നേരെ സോഴ്സിങ്ങിന് പോകും. ബിക്കോസ് അതിൻ്റെ അകത്ത് ഡ്രോയിങ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണല്ലോ. ലൊക്കേഷനൊക്കെ വെച്ച് നേരത്തെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടാവും. നേരെ സോഴ്സിങ്ങിന് പോകും. സോഴ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് നീറ്റായിട്ട് പ്ലേസ് ചെയ്യും. റൈറ്റ്. ഇതിന് വെറും 5% ആണ് എന്തുണ്ടാവുള്ളൂ CDPPMC ചാർജ് ഉണ്ടാവുള്ളൂ. മെറ്റീരിയൽ അല്ലേ. അതായത് ദാറ്റ് മീൻസ് 10, 15, 20% എത്ര കിട്ടും അത്ര ഡിസ്കൗണ്ട് കിട്ടും. ഒരുമിച്ച് വാങ്ങിക്കുന്നതുകൊണ്ട് വെറും 5% CDPPMC ചാർജ്. അപ്പോൾ അത് ക്ലയൻറ്റിന് അതും മെച്ചമായിട്ട് വരും. അടുത്ത് ഇതേപോലെയാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് ഡിഷ് വാഷ് മുതൽ TV, ഫ്രിഡ്ജ് പോലുള്ള AC പോലുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ നമ്മുടെ അതിൻ്റെ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ അതിന് ആദ്യം മറ്റേ റിക്വയർമെൻറ്റ് ഷീറ്റ് ഇടും. റിക്വയർമെൻറ്റ് ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യണം. എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഏത് ബ്രാൻഡ് വേണ്ടി നമുക്ക് അതിൻ്റെ ഒന്ന് ചൂസ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ബ്രാൻഡ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. അതിലും ഇതേമാതിരി ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് വെറും 5% ഉണ്ടാവും. മനസ്സിലായിട്ടാന്ന് വിചാരിക്കും. അപ്പോൾ അതിലെന്ത് കിട്ടും നമുക്ക് 10, 15, 20, 30 ഡിപ്പെൻഡിങ് അപ്പോൾ കമ്പനി ടു കമ്പനി 50%, ഒരു 5 മുതൽ 50% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും ക്ലയൻറ്റ്സ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കൂടെ. അതിന് വെറും 5% നമ്മൾ സൂപ്പർവൈസർ അത്രയും സത്യസന്ധമായിട്ട് കളവും ചതിയില്ലാതെ. ബിക്കോസ് ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സീറോ കറപ്ഷൻ എന്ന് ഉറച്ച് പറയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ദുർലഭമാണ്, അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുപോലൊരു സ്ഥാപനമാണ് ഞങ്ങൾ. നമ്മുടെ ഉള്ളിൽ ഒരു കളവോ ചെറിയ കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരാളുണ്ടാവില്ല. അപ്പോൾ ഈ സീറോ കറപ്ഷൻ എന്നുള്ള നമ്മുടെ ആപ്തവാക്യത്തിന് അതിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ ക്ലയൻസും സഹായിക്കണം. ഞങ്ങളുടെ ഒരാൾക്കൊരു മുട്ടായി വാങ്ങി കൊടുക്കുക, ഒരു വടയ ചായ ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത് ഞങ്ങളുള്ളൂ. ബിക്കോസ് അത് ഞങ്ങളുടെ ആ പാരാമീറ്റേഴ്സ് ഞങ്ങളുടെ ധർമ്മത്തിന് അഗേൻസ്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ബിക്കോസ് ഹെൽപ്പ് അസ് ടു സെർവ് യു ബെറ്റർ. ബിക്കോസ് കറപ്ഷൻ ഒന്നും ഇല്ലാതെ. ബിക്കോസ് ഒരാളൊന്ന് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, മറ്റൊരാൾ ചായ വാങ്ങിച്ചു കൊടുക്കും, അടുത്ത ദിവസം ഒരാൾ ബുക്ക് കൊണ്ടുവരും കുട്ടികൾക്ക് വേണ്ട അല്ലേ വേണ്ടി. അങ്ങനെ അത്രയും കറപ്റ്റഡാണ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറഞ്ഞാൽ. പെയിൻറ്റ് വാങ്ങാൻ പോയ കമ്മീഷൻ, വയർ വാങ്ങാൻ പോയ കമ്മീഷൻ, ടൈല് വാങ്ങാൻ പോയ കമ്മീഷൻ, ടാപ്പ് വാങ്ങാൻ പോയ അങ്ങനെ ഒരു കമ്മീഷനുള്ള വൃത്തിയായിട്ടൊരു ഇൻഡസ്ട്രിയാണ് 95%. അപ്പോൾ അത് ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടാസ്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സീറോ കറപ്ഷൻ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങളൊപ്പം സഹകരിച്ച് പൂർണ്ണമായിട്ട് നിൽക്കണം. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ വോളിയൂംസ് ഒക്കെ വെച്ച് നമ്മൾ ട്രൂത്ത്ഫുള്ളി ആ ഭാഗത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 10, 15, 20, 25% ഡിസ്കൗണ്ട്, 5 മുതൽ 50% ഡിസ്കൗണ്ട് കിട്ടും. അത് നേരെ ക്ലയൻസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് 10% സേവ് ചെയ്തിട്ട് അവർ വീടും അവർ ഇൻറ്റീരിയറും ഫർണിച്ചറും നമ്മുടെ TV എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ക്ലയൻറ്റ് വെൻഡേഴ്സിനോ അവർക്ക് ആപ്റ്റ് ടൈമിൽ പേയ്മെൻറ്റും വരുമ്പോൾ. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് നമ്മുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ എഫിഷ്യൻസിൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു സത്യത്തിൽ ഒരു കമ്മീഷൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് സൂപ്പർവൈസറി കോസ്റ്റ് ഡിജിറ്റൽ CDPPMC ചാർജ് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ സൂപ്പർവൈസറി കോസ്റ്റ് വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. ക്ലയൻറ്റിന് നമ്മുടെ എഫിഷ്യൻസി കൊണ്ട് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്ത് ക്ലയൻറ്റിനും വെൻഡറിനും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന 10-25% വെറും 10-15% മാത്രം നമ്മുടെ പ്ലാറ്റ്ഫോം ചാർജസ് ആയിട്ട് വാങ്ങിക്കുമെന്ന് മാത്രം. ദാറ്റ്സ് ഓൾ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മോഡലിൽ നിങ്ങളെല്ലാവരും സഹകരണം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുവന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.